നിങ്ങളെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഇവ ഈ പുഷ്പം പോലെയാണ് ഇവിടെ കയറിപ്പോണത്. ഇപ്പോൾ ഫെബ്രുവരി 18 ആൾ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണ് നടക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും പണ്ട് തോറ്റ സാധനമാണ്. 3 പ്രാവശ്യം തോറ്റതാണ്. 3 പ്രാവശ്യം തോറ്റപ്പോൾ അനുവിന് മനസ്സിലായി അവളുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. 3 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനിയും 4-ാം പ്രാവശ്യം തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് വിഷയം. വ്യക്തി ആകപ്പാടെ അങ്ങ് ദൈവത്തെ നിറഞ്ഞ് ദൈവത്തിൻ്റെ ഓഫറിംഗ് ആണല്ലോ. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, കുറേ വാഗ്ദാനങ്ങളുണ്ട്. ദൈവം ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ വരും. 13:14 എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് ഇവിടെ ആൾക്കാർ സഞ്ചാരി മാതാവ് എന്നൊക്കെ പറഞ്ഞത്. എന്താണ്? സഞ്ചരിച്ച് എത്തുന്ന അമ്മയാണ്. സഞ്ചരിച്ചെത്തും. ഓരോ വിഷയത്തിനും ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് അമ്മ വരും. ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് വരും. അതെന്താണ്? ഉടമ്പടി പ്രകാരം ദൈവം നമ്മളുടെ കൂടെ വരാമെന്ന് വാഗ്ദാനം തന്നിട്ടുള്ളതാണ്. ആ വാഗ്ദാന പ്രകാരമാണ് എല്ലാം. നമുക്കറിയാമല്ലോ, നമുക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലേ, ക്രിസ്തീയ ആധ്യാത്മികത അനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കണതെല്ലാം എന്ത് ലഭിച്ചാലും അല്ലേ, അതായത് വീട് ഭാഗോടമ്പടി ചെയ്യണത്, അല്ലെങ്കിൽ വഴി കിട്ടണത്, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണത്, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്നത്, ഇങ്ങനെ ഭൗതിക മെയിൻ്റെനൻസിനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, നിത്യത വരെയുള്ള ആധ്യാത്മിക വിഷയങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു വാഗ്ദാന പേടകം കാണും. എന്താ കാര്യം? ഈ വാഗ്ദാന പേടകമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിലൂടെ ആ വ്യക്തിക്ക് ലഭ്യമാകുന്നത്. ഈശോ ലോകത്തിലേക്ക് വന്നതും വാഗ്ദാന പേടകത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ വാഗ്ദാന പേടകമെന്ന് അമ്മയെ വിളിക്കാൻ കാരണം എന്താ? നമ്മൾ തിനിയായാലും പ്രാർത്ഥിക്കത്തില്ലേ, വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പേടകത്തിൽ എന്താ ഉള്ളത്? അമ്മയുടെ ഉദരത്തിൽ ആരാണ് ഉരുവായത്? പുത്രൻ തമ്പുരാനാണ് ഉരുവായത്. അപ്പോൾ ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവമായിട്ട് നമ്മൾ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകും. കാര്യം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യമാക്കുന്നത് കവനൻ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ലോകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ആൾക്കാർ നിരങ്ങ് നേർച്ച നടത്തുന്നുണ്ട്, ഉരുളി നേർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഇവരാരും ഉടമ്പടി പ്രകാരമല്ല, അതൊരു അനുഷ്ഠാന വിധി പോലെ നേർച്ചയായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതിൻ്റെ ഫലം. പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യണത് അവകാശത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ചെയ്യണത്. ആനുകൂല്യത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ബേസ്മെൻറ്റിലല്ല ചെയ്യണത്. ക്രിസ്ത്യാനിറ്റി വർക്ക് ചെയ്യണത് ഒരു ബയലാറ്ററൽ ഇൻ്റർപേഴ്സണൽ റിലേഷനിലാണ്. ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിനെ പോലെ തന്നെ ഇത് ലൈറ്റ്നിങ് സ്പീഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. അതായത് ആടിപ്പാടി വല്ലപ്പോഴും കൂടി നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കും. ഇപ്പം നമുക്കൊരു ശത്രുത ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു വ്യക്തി അയൽവാസി നമുക്ക് ശത്രുതയാണ് എപ്പോഴും നമ്മോട് കാണിക്കണത്. കാര്യം ഒരു കാര്യം വേണ്ട, നമ്മളൊരു ഉയർന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ മോന്തൊക്കെ തെളിയാത്ത ഒരു അവസ്ഥ വരും. അവരോട് ഇങ്ങനെ യുദ്ധത്തിലൊന്നും പോകണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ നിങ്ങൾ നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെടുത്തണതിന് ആർക്കും സാധിക്കും അല്ലേ? ഒരാളെ നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കും. ഈശോ എന്താ പറയണത്? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേടും. ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശത്രുവിനായിക്കഴിഞ്ഞാൽ, അപ്പം ശത്രു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്വേഷം ഉണ്ടാകും, വേര് വളർന്നുണ്ടാകും, അശുദ്ധമായ വ്യക്തിയാകും അല്ലേ? അങ്ങനെ കുറേ സംഭവങ്ങൾ ശത്രുതയിലുണ്ട്.
വിദ്വേഷമുണ്ട്, അശുദ്ധിയുണ്ട്. ഹെബ്രായ ലേഖനം 12 അധ്യായം അനുസരിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വെച്ചാൽ അവർ നിങ്ങളോട് വിദ്വേഷം കാണിച്ചപ്പോൾ നിങ്ങളും വിദ്വേഷം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അശുദ്ധരായി. അപ്പോൾ അശുദ്ധരായി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണ്? കണക്ഷൻ പോവും, ദൈവമായിട്ട് കണക്ഷൻ പോവും. അതുകൊണ്ട് മറ്റുള്ളവർ വിദ്വേഷം കാണിച്ചാലും നമ്മൾ അങ്ങനെ കാണിക്കരുത്. എന്താ കാര്യം? നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കണം. അവൻ്റെ മുമ്പ് ജയിച്ചാൽ പോരാ. അവൻ ചത്തുപോകുന്ന ആളാണ്. 10-50 കൊല്ലം 10-20 കൊല്ലം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവനും ചാകും, നമ്മളും ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നീർക്കോലിയൊക്കെ കടിക്കുമ്പോൾ അത്താഴം മുടങ്ങുന്ന കാര്യം ഉറപ്പാണ്. എന്താ കാര്യം? അത്താഴം എന്ന് പറയുന്നത് എന്താ? സ്വർഗീയ വിരുന്ന്, നിത്യത. ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നമുക്ക്. എന്നുവെച്ചാൽ അത്താഴം ഈ ശത്രു അവൻ നമ്മളെ ഒരു കാര്യമില്ല. കാര്യം അവൻ വഴി കെട്ടിയടക്കുന്നു, വഴി കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കുന്നു. എന്തിനാണ്? നമ്മൾ കാറ് മേടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി വിലക്കെടുത്തിട്ട് നമ്മൾ കാറ് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അവന് ആവശ്യമില്ലെങ്കിലും പോയി അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ ആ വഴി വിലക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ പറയും, അയ്യോ അത് വിറ്റുപോയില്ല, അത് പറഞ്ഞുപോയില്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ തരണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ മനസ്സിലാവും ആരാണത് ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വിദ്വേഷം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളെക്കുറിച്ചും നമുക്ക് വിദ്വേഷം ഉണ്ടാകും. പക്ഷേ എന്താണ് വചനം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിദ്വേഷത്തിനൊരു കുഴപ്പമുണ്ടാകും. ഈ ആലിനെ പോലെയാണ് ഈ വിദ്വേഷം. ആലെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ സാധനത്തിൻ്റെ കൊമ്പ് വെട്ടിയാലും വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ആൾക്കാരെ എപ്പോഴും ചെയ്യണത് എന്താണ്? കൊമ്പ് വെട്ടും. ഇപ്പം ഞാനും എൻ്റെ തേക്കാട്ടുതിരി പള്ളിയിൽ വലിയൊരു ആല് നിൽപ്പുണ്ട്. ആ ആലിന് ഞാനവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന സമയത്തൊക്കെ എപ്പോഴും രസം ഒഴിപ്പിക്കും, മുകളിൽ കയറ്റി മണ്ണെണ്ണ ഒഴിപ്പിക്കും. എന്നിട്ട് ശിഖരമെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് രസവും ഒഴിപ്പിക്കും, മണ്ണെണ്ണ ഒഴിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ പിന്നെ ആല് ഇലയൊക്കെ പിടിച്ച് നിൽക്കും. എന്താ കാര്യം? അതിൻ്റെ വേര് വളരുന്നുണ്ട്. വേരിനങ്ങനെ കുഴപ്പമുണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുക എത്ര അറ്റത്തുനിന്നായാലും. അപ്പോൾ വിദ്വേഷത്തിനൊരു പ്രശ്നമുണ്ട്. നോ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും വേര് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം നിനക്ക് ശത്രുത ഉണ്ട്, ഓഫീസിലാകാം, അല്ലെങ്കിൽ നീ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാകാം, ശത്രുതയുണ്ട്. ശത്രുത ഉണ്ടാകുമ്പോൾ എപ്പോഴും നീ മനസ്സിലുണ്ടാകണം, ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതിലെ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് ഇവനെ നേടണമെന്നാണ് പറയുന്നത്. ഇവനെ നഷ്ടപ്പെടുത്തരുത്. എനിക്കും നഷ്ടപ്പെടരുത്, ഈശോയ്ക്കും നഷ്ടപ്പെടരുത്. അതാണ് വിഷയം. കാര്യം നമുക്ക് നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഈസിയാണ്. ഇവൻ എന്തെങ്കിലും നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാണ്ട് ഒരു കേസ് കൊടുത്താൽ മതി. കേസ് എന്ന് പറയുമ്പോൾ അറിയാമല്ല, മിക്കവാറും കള്ളക്കേസായിരിക്കും. നമ്മളിവനെന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ തല്ലാൻ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കണം. പോലീസ് പറയും ഇതൊന്നും നിലനിൽക്കത്തില്ല. ഒരു 10-12 ദിവസമെങ്കിലും ഇവന് റിമാൻഡിൽ കളയണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ ക്ലോസുകൾ അതിനകത്ത് ഇടണം. അതനുസരിച്ച് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ സാറേ ഇടാൻ പറയും. അപ്പോഴേ ഇവനെ ഒന്ന് വിളിച്ച് വരട്ടണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചേർക്കണം. ക്ലോസ് ചെയ്യുമ്പോൾ അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ആരശുദ്ധനായി? നമ്മളശുദ്ധനായി. കാര്യം പോലീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പോലീസിന് ചില കേസ് നിലനിൽക്കത്തില്ല. എടുത്ത് കൊണ്ടേ കേസ് കൊടുക്കണ്ടേ? അപ്പോൾ ഇതെന്നെ കേസ് പോടാ എന്ന് പറയും. പോലീസിന് ഏഡിനോടൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ എന്താ പറയുക, ഏഡിന് പറ്റുന്ന രീതിയിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിയമത്തിൽ അകത്ത് പോണ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പം നുണ പറയുന്നതോടുകൂടി നമ്മൾ അവിടെ നുണ പറയേണ്ടി വരും. പക്ഷേ അപ്പം നുണ പറഞ്ഞ് ഒപ്പിടും. അപ്പം ഇപ്പം ഇത്രയും നാളും നമ്മൾ നേടിയത് ഒക്കെ ഇത് വളരെ, അതായത് ദൈവമായിട്ടുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം നമ്മളോട് പറഞ്ഞിരിക്കേണ്ടത് ശത്രുവിനെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ നേടി. ഉദാഹരണത്തിന് ഈശോ എന്താണ്, നിൻ്റെ ഇടത് കരണത്തടിക്കുന്നതിന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറയും. അത് കാണിച്ചു കൊടുക്കാൻ പറയുന്നത് നമ്മളോടൊക്കെ ഒരെണ്ണം കൊണ്ട് ചെല്ലണമെന്നല്ല എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അവനോട് തിരിച്ച് ആക്രമിച്ച് ആക്രമത്തിൻ്റെ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടാകും. നമ്മളത് ജയിക്കുകയും ചെയ്യും, കോടതിയിലും ജയിക്കും. എത്ര പേരാണ് ശിക്ഷിക്കപ്പെടുന്നത്? പക്ഷേ ആളെ നമുക്ക് നഷ്ടപ്പെടും. നീ ക്രിസ്ത്യാനിയായിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ദൈവം എന്താ കാര്യം? കർത്താവ് അവസാനം വരെ നേടാൻ നോക്കിയ ആളാണ്.
അവസാനം വരെ, ശത്രുവിനെ അവസാനം വരെ നേടാൻ നോക്കിയതാണ്. കാര്യം ഈ ഒടുക്കത്തത്താഴത്തിൽ തന്നെ ഈശോ അപ്പം എടുത്തിട്ട് കുർബാന സ്ഥാപിക്കണതിന് മുമ്പ് അപ്പം ജൂഡാസിന് കൊടുത്തിട്ട് പറയും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ ഈശോയ്ക്കറിയാം ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ആൾ റെഡിയായിട്ടിരിക്കണം, ഇവിടുന്ന് പോകാനിരിക്കണമെന്ന് പറയും. പക്ഷെ ആ ചെയ്യാൻ അത് ഈശോ ഒരു പരിഭവമായിട്ടോ അല്ലെങ്കിൽ നിരാശയായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ ഒന്നുമല്ല പറയണത്. വളരെ നല്ല മോഡി ലാംഗ്വേജിലാണ് പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. നമ്മളത് വായിക്കണത് കുളമാക്കിയാണെന്നേ ഉള്ളൂ. മോന്ത അർപ്പിച്ചാൽ നമ്മൾ വായിക്കണം, നീ ചെയ്യാനുള്ള വേഗം ചെയ്യാൻ കർത്താവ് പറയാം. കർത്താവ് പറഞ്ഞത് വളരെ എന്താണെന്ന് വെച്ചാൽ, കർത്താവ് അങ്ങനെ വളരെ നേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസിന് കാര്യം പിടികിട്ടും. പത്രോസിന് എങ്ങാനും കാര്യം പിടികിട്ടുക പത്രോസ് അവിടെയിട്ട് അടുക്കി വരാം. അത് കാരണം യൂദാസിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ പത്രോസ് വിചാരിച്ചു ഈ പെസഹയ്ക്ക് ആവശ്യമായ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കാശ് കൊടുക്കണം, അപ്പോൾ അനുവാദം കൊടുക്കണമെന്ന്. അപ്പോൾ രക്ഷപ്പെട്ടതാണ്. അത് വെച്ചാൽ അവസാനം വരെ യൂദാസ് നേടാൻ വേണ്ടി നോക്കുകയാണ്. നേടാൻ വേണ്ടി നോക്കിയതുകൊണ്ടാണ് യൂദാസിന് സങ്കടം കയറി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഒരു അതായത് യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 72 മണിക്കൂർ എൻ്റെ ഒരു മിസ്സിങ്ങാണ് സംഭവിച്ചിരിക്കുന്നത്. 72 മണിക്കൂർ കൂടി അവൻ മരിക്കാതെ നിന്നിരുന്നെങ്കിൽ ഈ തോമാശ്രീയാനെ വിളിച്ചതുപോലെ അവനെ വിളിച്ചേനെ ഈശോ. കാര്യം അത് ഈശോയാണ്. ഈശോക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ എൻ്റെ മക്കളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവലിലോട്ട് വരണം. എന്താ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം അറിയാമോ? വയ്യാവേലിക്ക് ചെന്ന് വള്ളിക്കെട്ടിനൊക്കെ തലവെച്ച് കൊടുത്താൽ നമ്മുടെ പെടലിയും ഞെട്ടിക്കൊണ്ട് അവർ പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവരുത് എന്നാണ് ഈശോ പറയണത്. അതെന്താ അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ വേണം. ഞാൻ എൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും. രാത്രി പ്രാർത്ഥിക്കാൻ 2 മണിക്ക് രാത്രി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ടുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, മാതാവിനെ ഏൽപ്പിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ അവരുടെ ഒന്നാമത്തിൽ അങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൃപ പോയി. അവരെല്ലായിടത്തും അവരുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായി വല്ല അടിപിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്ത് നിന്നിട്ട് തലവെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് കോടതിയായി, കേസായി, പിന്നെ രോഗമായി, പിന്നെ അസ്വസ്ഥയായി, കൃപ പോയി, പ്രാർത്ഥന പോയി, എല്ലാം പോയി. അപ്പോൾ ഇത് എല്ലാം പോയി ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധാരണയിലിരിക്കരുത്. മറിച്ച് ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റ് ഡീലിൽ നിൽക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്. അതായത് ഡീലിലാണ് നിൽക്കേണ്ടത് എപ്പോഴും. കർത്താവിൻ്റെ അടുത്ത് കർത്താവിൻ്റെ രീതി അനുസരിച്ച് ഇത്രയും നാളെ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ചോദിക്കുന്നതാണ് കർത്താവിന് എപ്പോഴും നല്ലത്. തന്നുകൊള്ളും. കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ. അത് ചില പൊട്ടന്മാരെ സീറോ ക്രിസ്ത്യൻസ് ഉണ്ട്. സീറോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെക്കുറിച്ച് ഒരു ഗന്ധമില്ലാത്തവർ. അതാണ് സീറോ ലെവലെന്ന് പറഞ്ഞാൽ പറയുന്നതല്ലേ, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെക്കുറിച്ചൊരു ഗന്ധവുമില്ലാത്തവർ. പക്ഷെ അങ്ങനെയല്ല ഈ സംഭവം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമുക്ക് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയ ഇഷ്യൂസ് ഉണ്ടാകണമല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതാണ് വിഷയം. ഇപ്പം എങ്ങനെയാണ്, ഇപ്പം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദ്യമില്ലേ? ഒന്ന് സ്തുതിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, 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 യേശുവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുഴപ്പം എന്തറിയാവോ? അതായത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഇപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമം ഞാൻ ചോദിക്കുമ്പോൾ ഈശോ എന്നെ പറയണത്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? 10:26 ലുക്കാൻ്റെ സുവിശേഷം 10:26. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ദാറ്റ് മീൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതല്ല പ്രശ്നം. അവിടെ എന്തെഴുതിയാലും വാട്ട് യു റീഡ്, നീ അത് എന്ത് വായിക്കുന്നു അത് നിൻ്റെ പേഴ്സണൽ വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അതെങ്ങനെയാണ് ആ വചനങ്ങളെ കൈകാര്യം ചെയ്യണത്? ഇതൊരു വല്ലാത്ത ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. കാര്യം നമ്മൾ ദൈവവചനത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്? ഇപ്പോൾ നമുക്കൊരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഇളയ കുട്ടിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവിച്ചില്ല, പിന്നെ 9 വർഷം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആകണത്. ചിലപ്പോൾ അറിയാതെ ആവും, അവരുദ്ദേശിച്ച് കാണത്തില്ല, പക്ഷെ അവർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആകുന്നതോടു കൂടി ഈ അപ്പൻ്റെ അമ്മയുടെ ലക്ഷണം മാറും. എന്താ, മൂത്ത കുട്ടി എന്നാ വിചാരിക്കും? അപ്പോൾ ഇവർ വന്നത് നമുക്ക്, അപ്പോൾ അവർക്ക് തമ്മിൽ അറിയാൻ പാടുള്ളൂ, ഇത് നമുക്ക് കളഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ എന്താ പറയുക? അപ്പം ചിലർ എന്താ വിചാരിക്കണത്? മൂത്ത കുട്ടിയാണ്, ആര് വിചാരിച്ചു എന്നാ കാര്യം, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, നമ്മൾ വളർത്തും, അടിപൊളിയായിട്ട് വളർത്തും, ആ മൂത്തോളെ കൊണ്ട് ഇതിനെ വളർത്തിക്കും നമ്മൾ. അപ്പോൾ ഇത് ഓരോ വിഷയം ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? അപ്പം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ചില ആൾക്കാർ പറയും, നീ അതെങ്ങനെ വായിക്കുന്നു? കർത്താവിൻ്റെ വചനത്തിൽ എന്തെഴുതിയാലും ഓരോ അവന്മാർ വായിക്കണത് അവനവൻ്റെയൊക്കെ സ്വന്തം രീതി അനുസരിച്ചാണ്. അതാ വിഷയം. നിയമത്തിൽ എഴുതിയിരിക്കണമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെഴുതിയാലും ഓരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ സാധനം വായിക്കും. അതോടുകൂടി പണിയും കിട്ടും. പണി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഒരു 1.5 പണിയാണ് കിട്ടാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പും കളി പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാം, ആധ്യാത്മിക ജീവിതമൊന്നുമല്ല സ്നേക്ക് ആൻഡ് ലാഡറായിട്ടുള്ള കളിയാണ്. പക്ഷെ നമ്മളിപ്പോൾ 46 ഒരു ഏണി ഇരിപ്പുണ്ട് ഇല്ലേ? 46 ഏണി എങ്ങോട്ട് കിടക്കണത്? 97 ഇരിക്കണം ഏണിമ്പാമ്പ് കളിയിൽ. 46 ഏണി ഇരിക്കണത്, അത് 97 ഇരിക്കുന്നത്. 46 നമ്മൾ ചെന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി മുന്നോട്ട് പോകും. ആധ്യാത്മിക വളർച്ച അങ്ങനെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു വളർച്ച വരും നിൻ്റെ ഒരു നിലപാട് കാരണം, നിൻ്റെ ഒരു നല്ല നിലപാട് കാരണം. എന്നുവെച്ചാൽ നിനക്ക് നേരിട്ട് അവകാശവും ഓഹരിയില്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീ അവർക്ക് ആശുപത്രി കൊണ്ടുപോയോ അല്ലെങ്കിൽ അവർക്ക് സന്ധിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നിൻ്റെ ഏണി 46 97 കയറും. അപ്പം 97 അപ്പം നമുക്ക് അതനുസരിച്ച് നീ അത് ലിഫ്റ്റിംഗ് നിനക്ക് കിട്ടും. ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം, പിന്നെ നമ്മൾ ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. കാര്യം എന്താണ്? ഇനി ഒന്ന് വീഴാൻ പാടില്ല. ഈ ഈ പുള്ളിയില്ലേ, പുള്ളി 97 ഇരിക്കുകയാണ്. അപ്പോൾ ഇനി 3 വീണാൽ 100 വരും. പക്ഷെ 1 വീണാൽ എന്താ പറ്റുക? 98 ഇരിക്കുക. അവിടെ പാമ്പ് ഇരിപ്പുണ്ട്. പാമ്പ് കുറഞ്ഞ് വിഴുങ്ങിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് 2 വെക്കും. ദാറ്റ് മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പെശകിയ. ഇപ്പം ഇതിൻ്റെ അയൽവാസിയുടെ ശത്രുത തന്നെ അവനൊന്ന് കുരുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധമില്ലല്ലേ കെട്ടിയെടുത്ത്. നിൻ്റെ ശത്രുവിനെ കുരുക്കാൻ തീരുമാനിച്ചാൽ അതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അജ്ഞാനികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ അറിയാൻ പാടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ ദൈവരഹസ്യങ്ങൾ അറിയാവുന്നവനെന്ന് എൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങൾ അറിയാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശത്രുവിനെ നേടണമെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത്. നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല ശത്രുവിന് പണി കൊടുക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്.
ശത്രുവിനെ നേടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴാ ഒന്ന് വീടിനോടുകൂടി നീ നേരെ കറങ്ങിത്തിരിഞ്ഞ് പാമ്പ് നിന്നെ 98 വിഴുങ്ങുന്നു. എടുത്ത തീരുമാനത്തിൻ്റെ ഇത് വരുന്ന പെശക 98 നേരെ വന്ന് 2 സ്വാഹ, തീർന്ന പരിപാടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നീ പിടികൊടുത്ത് ദൈവത്തിന്, ഇനിയിപ്പോൾ നീ എളിമപ്പെടണം. കർത്താവ് സാഹചര്യ സമ്മർദ്ദം കൊണ്ടും മനുഷ്യൻ്റെ ഒരു ബലഹീനത കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും, കാര്യം വചനം പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് വിജാതിയുടെ ഉപദേശം നീ സ്വീകരിക്കരുതെന്നാണ്. പൗരസഭ ചോദിക്കും, നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനിയായിട്ടുള്ള ആരും ഇല്ലേ? നിങ്ങൾ എന്തിന് വിജാതിയരുടെ വിജാതിയരെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണത്? ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോണത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നീ കെട്ടിയെടുത്ത് എന്താ ക്രിസ്ത്യാനിയായത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിക്കണേ എന്തിനാണ്? ഇതിനുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ എപ്പോഴും ഇതിനെ ബൈൻഡ് ചെയ്ത് പോകണം. എന്താണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് നമ്മൾ ചെല്ലാറില്ലെന്ന് ചോദിച്ചാൽ ചെല്ലാറുണ്ട്, പക്ഷേ നമ്മളവിടെ ഉണ്ടാവത്തില്ല. അതാണ് പ്രശ്നം. ദ പ്രസൻസ് ഓഫ് ദി റിസൈറ്റർ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളത് ചെല്ലാറുണ്ട്, ചെല്ലാത്ത ആൾക്കാരുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്പോഴും ചെല്ലണമല്ലേ? ചെല്ലും, പക്ഷെ വിൽ നോട്ട് ബി ദെയർ. നമ്മളവിടെ ഉണ്ടാവത്തില്ല. എന്താ കാര്യം? സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ എന്താണ് ചെല്ലണമെന്ന് നമുക്കറിയത്തില്ല, എന്തിനാണ് ചെല്ലണമെന്ന് അറിയാൻ പാടില്ല. പണ്ടുപോലെ പഠിച്ചു വെച്ച സാധനങ്ങൾ എന്നെ അറിയാതെ 1 × 1 2 2 2 4 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പട്ടിക ക്രിസ്ത്യാനിയാണിത്. പട്ടിക ജാതി എന്ന് പറയത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പട്ടിക ക്രിസ്ത്യാനിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക പോലെ പ്രാർത്ഥിച്ചിട്ട് അയാൾ അവിടെ ഇല്ല. അതാണ് പ്രശ്നം. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീസ് നോട്ട് പ്രസൻറ്റ് ദെയർ, ഹീസ് നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ എന്താ പ്രാർത്ഥിക്കണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കാര്യം നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ, നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലുള്ള അവസ്ഥകളിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിപ്പോണത്? ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങളുടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കോളേജിലായാലും ശരി, നിങ്ങളുടെ ആശുപത്രിയിലായാലും ശരി, സ്കൂളിലായാലും ശരി, നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് നോക്കണം. ചിലപ്പോൾ 2-3 ആഘോഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ കഴുകൻ ഉള്ള ശവം മുഴുവൻ തിന്നിട്ട് പൗഡർ ഇട്ട് കുളിച്ച് നടക്കുന്ന കഴുകന്മാരില്ലേ, അതുപോലെയുള്ള വ്യക്തിയായിരിക്കും നിൻ്റെ കൂട്ട്. അതോടുകൂടി അവൾ പറയണതെല്ലാം നിനക്ക് വേദപ്രമാണമായിട്ട് ക്രമേണ നീ കർത്താവിൽ നകന്നു പോകും. എന്താ കാര്യം? നിൻ്റെ കൂടെയുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന പൈശാചിക സാന്നിധ്യമുള്ള സാക്ഷ്യത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് നീ ആരുടെ കൂടെ സഞ്ചരിക്കുന്നത്, ആരാണ് നിൻ്റെ കൂട്ടെന്ന് നീ മനസ്സിലാക്കണം. ഒരു കാര്യമുള്ളത് നീ മനസ്സിലാക്കേണ്ടത്, ഏത് കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും. ഞാൻ ഇടക്കിടക്ക് സിമിത്തേരി പോണ ആളാണ്. ഇടവകയിരിക്കുമ്പോഴൊക്കെ രാത്രി 1 മണിക്കൊക്കെ സിമിത്തേരി പോകും, നിലാവുള്ള ദിവസം. കാര്യം സിമിത്തേരി പോലെ ഒരു സർവകലാശാല വേറെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലില്ല. ഒരു ധ്യാനകേന്ദ്രമാണ് സിമിത്തേരി എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാകും. നമ്മുടെ ടെൻഷൻ എല്ലാം മാറും. നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ അത് മാറും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ വ്യഗ്രത ഉണ്ടെങ്കിൽ മാറും. കാര്യം എന്ത് വ്യഗ്രത എടുത്തെടുത്താലും അവസാനം ഇവിടെ വന്ന് വീഴും. എന്താ വ്യത്യാസം വരണത്? ഒരു 5-10 റീത്ത് കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 റീത്ത് നീ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ റീത്ത് തണ്ടവന്മാർക്കൊന്നും നിന്നോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ റീത്ത് എണ്ണണ ആൾക്കാരുണ്ടല്ലോ വീട്ടിലെ, റീത്ത് എണ്ണി നോക്കൂ, ഏതെല്ലാം പേര് റീത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വായിൽ പുട്ടടിക്കാൻ വേണ്ടിയാണ് റീത്ത് ഉളന്ന് വെക്കണത്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ. എന്നിട്ട് റീത്തിന് എന്താ സംഭവിക്കണത്? നമ്മൾ കുഴിയാഴ്ചക്ക് വേണ്ടി ഞങ്ങൾ ഓഫീസ് അനതാ ചെല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പറയും, കപ്പനെ അത് അഴുകിയില്ല, പൂവൊക്കെ അഴുകിയില്ല, എടുത്തുകൊണ്ട് തെമ്മാടിക്കുഴി കളയെന്ന് പറയും. അത്രയേ ഉള്ളൂ സാധനം. നീ വലിയ ആനക്കാരെ കൊണ്ടുനടന്ന ബന്ധങ്ങളൊക്കെ തെമ്മാടിക്കുഴിയിലായിട്ട് പാഴ്സലായിട്ട് പോണത് കാണാൻ പറ്റും. ഇതെല്ലാം നീ ദൈവത്തെ മറന്നുണ്ടാക്കിയ മുതലാണ്. ഇത്തരം മുതലും കൊണ്ട് നടക്കുമ്പോഴേ കർത്താവിനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, അങ്ങ് വലിയ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നതിന് എന്ന് പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രമാണ ദൈവത്തോട് പ്രതിബദ്ധത പുലർത്തി പ്രകാരം ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് ബോധ്യങ്ങൾ എന്ന് പറയുന്നു. ശിവ ആരാധന.
എന്നെന്നും എന്നുള്ളിൽ വാഴാം. ദൈവസ്നേഹത്തോടെ പാടാം. വാവാ സ്നേഹത്തിൻ ഈശോയെ ആരാധന. എന്നുള്ളിൽ വെൺശോഭയേകാം. വാവാ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയ പ്രലോഭനത്തിൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ ഏറ്റവും മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമല്ല, ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് എ ഗ്രേറ്റ് ലോസ് ഹാപ്പൻ ടു ദി ഹ്യൂമാനിറ്റി? ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റിയ, ഒരു പേഴ്സൺ സംഭവിക്കാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റ് ലോസ് എന്താ? ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എപ്പോഴാണത് ലോസാകണത്? നമുക്കത് തോന്നണം. എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തെ നഷ്ടപ്പെട്ടാൽ അതറിയാത്ത ഒരവസ്ഥ വരും. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ദുരന്തം. ദൈവത്തെ നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് അറിയത്തില്ല. നഷ്ടപ്പെട്ട കാര്യം അറിയത്തില്ല. ആദ്യകാലങ്ങൾക്ക് അറിയും, പിന്നെ അറിയത്തില്ല. അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. അത് വേറൊരു ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രൈസിസ്, ഒരു ഹെവി ഡ്യൂട്ടി വിഷയം വരുമ്പോഴാണ് നീ പഠിക്കാൻ പോണത്. നിന്നെ ദൈവത്തിന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഹെവി ഡ്യൂട്ടി വിഷയം തരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പേര് ട്രീസായാണ് മറ്റൊരുന്നാവുന്നതാണ്. എനിക്ക് അവരുടെ സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളത് യൂട്യൂബിൽ നോക്കണേ. അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 38 വർഷമായിട്ട് ഇവർക്ക് ബ്ലീഡിങ്ങാണ്. 38 വർഷമായിട്ട്. അതായത് ഒരു ചെടുത്തി അവർക്കൊരു 45 50 വയസ്സ് കാണുമായിരിക്കും. അങ്ങനെ അവർക്ക് 38 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ പീരീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു 2 3 4 5 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ അടുക്കൽ ഭാഷത്തിൽ ഒരു ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലീഡിങ് നിൽക്കണില്ലെന്ന് പറയും. കാര്യം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് മനസ്സിലായി എന്തോ സംതിങ് മിസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാരണം ഞാനപ്പോൾ തന്നെ മുട്ടയ്ക്കാൻ പറയും, ബ്ലസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചു വിടും. എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് 38 വർഷമായി ബ്ലീഡിങ്. അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം. പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ഈ ട്രീസാളുടെ ഒരു പ്രശ്നം. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, അടിവയറ്റിലൊക്കെ വേദനയുണ്ട്, പെരിപ്പുണ്ട്, പൊക്കച്ചിലുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല. ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല. കാര്യം എന്താണ്? ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അപ്പോൾ അവർ സാക്ഷ്യം പറയണേ, ഇടയ്ക്ക് എനിക്ക് വേദന അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും. അപ്പോഴും ഞാൻ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും. അത് കേൾക്കണം ആ സാക്ഷ്യം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനവിടുത്തെ ദൈവമേ, ഒരു കാര്യം സത്യം കേട്ടോ, അതായത് നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ
അല്പോത്സാമ സ്തുതി പറയും. കാര്യം അതുക്കും മേലെയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരക്തസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ്. അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ കുറേ കുടുംബക്കാരുണ്ട് വീട്ടിൽ, ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ സ്പർശിക്കുന്നത് കർത്താവേ ശിവ ആരാധന, ശിവ ആരാധന. ഹല്ലേലൂയ